ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടിയൻ ചക്ക വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ എത്ര പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് കഴിച്ചാലും മതി വരില്ല, അതേപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇടിയൻ ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി മൂക്കൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് 2-3 പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു തരത്തിലും കൂടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് കഴുകി എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലമാവും അരിപ്പൊടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളത് അതിൻ്റെ മേലെ കോട്ട് ചെയ്യണതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചന മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചന മസാലയ്ക്ക് പകരം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് കളർ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ അരിപ്പൊടിയും കടലമാവൊക്കെ കുറച്ച് കുറവാണ് തോന്നിയത്. അപ്പം ഞാൻ വീണ്ടും രണ്ടാമതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ ഇത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ രീതിയിൽ ഇടിയൻ ചക്ക ഇതേപോലെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ഇടിയൻ ചക്ക തൊലി കളഞ്ഞത് ചെറിയ കഷ്ണങ്ങൾ ക്യൂബ്സ് ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ തോരനൊക്കെ ഇടിയൻ ചക്ക ചെയ്യില്ലേ, അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. 2 രീതിയിലും ചക്കച്ചില്ലി നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് രണ്ടാമത് ചെയ്തതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞത് കുറേ നേരം കഴിഞ്ഞാലും അത് ആ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തത് ഇതാണ്. പിന്നെ രണ്ടാമത് ഇടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കച്ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.